പെണ്ണുപിടിയന്മാരായ കത്തോലിക്ക പാതിരികളെ ജനങ്ങൾ വലിച്ചു കീറുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിന് എന്ന പേരിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന കത്തോലിക്ക പുരോഹിതന്മാരും മടത്തലമ്മമാരും ട്രെയിനിൽ കാട്ടിക്കൂട്ടുന്ന മ്ലേച്ഛതകൾ വീഡിയോ സഹിതം പൊതുജനങ്ങൾ i2 ന്യൂസിന് അയച്ചു തരികയുണ്ടായി. കത്തോലിക്ക സഭാ നേതൃത്വത്തിന് സംശയമുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യാം. പക്ഷേ ഇവറ്റകളുടെ വീട്ടുകാരെ ഓർത്ത് മാത്രമാണ് ഇന്ന് ഞങ്ങൾ അത് പുറത്തുവിടാത്തത്. മ്ലേച്ഛതകളുടെ വിളനിലമായ ഇവർ രാജ്യത്തെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുമ്പോൾ, ജനമനസ്സുകളിൽ വർഗീയ വിഷം കുത്തിവെക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ മ്ലേച്ഛന്മാരുടെ ചെരുപ്പ് നക്കുവാൻ മത്സരിക്കുന്നത് ലജ്ജാകരമല്ലേ? ഇവരെ ഒറ്റപ്പെടുത്തേണ്ടേ? ഈ സമൂഹത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ i2 ന്യൂസിനെ വിളിച്ചറിയിച്ചത് കേൾക്കുക. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് ശ്യാമള. 60 വർഷം മുമ്പ് എന്റെ ചേച്ചി ഇതുപോലെ അതിരമ്പഴ കന്യാശ്രീ മഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ ഞങ്ങൾ നായന്മാരാ കന്യാശ്രീ മഠത്തിൽ പഠിച്ച അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാം എന്റെ ചേച്ചിയെ ഒരുപാട് നിർബന്ധിച്ചു, കന്യാശ്രീ അയക്കോ ഇതുപോലെ വേലയ്ക്ക് നിർത്താൻ. എന്നിട്ട് എന്റെ ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. വീട്ടിൽ വന്ന് എനിക്ക് കന്യാശ്രീ ആകണം എന്നും പറഞ്ഞ്. പിന്നെ എന്റെ അച്ഛൻ ഇടപെട്ടാണ് അത് നിർത്തിയത്. ഇവർ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഈ പണികൾ. എത്ര കാലം കൊണ്ട് തുടങ്ങിയ പണികളാണെന്നറിയോ? 60 വർഷം മുമ്പെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോഴത്തെ അല്ല, 60 വർഷം മുമ്പ്. എന്റെ ചേച്ചിക്ക് അന്ന് എത്ര വയസ്സുണ്ട്? 15 വയസ്സ്. 10ാം ക്ലാസ്സിൽ പഠിക്കും. ഒത്തിരി അവര് പ്രയത്നിച്ചതാ ആക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ വേലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്റെ ചേച്ചി കരഞ്ഞ് പിന്നെ അച്ഛൻ ഇടപെട്ടാണ്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് അത് നിർത്തിച്ചത്. അങ്ങനെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം. ഇവരുടെ സ്കൂളിലാണോ പഠിച്ചത് അതോ എങ്ങനെ? അതിരമ്പഴ സ്കൂളിലാ പഠിച്ചത്, കന്യാശ്രീ മഠത്തില്. പെൺകുട്ടികളുടെ സ്കൂള്. കന്യാശ്രീകളാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കന്യാശ്രീകൾ പഠിപ്പിക്കുന്ന കന്യാശ്രീകൾ ഉപദേശിച്ച് മഠത്തിലേക്ക് ചേർന്നു. നല്ലതാണ്, അതാണ്, ഇതാണെന്നും പറഞ്ഞു. അന്ന് എത്ര വയസ്സുണ്ട്? 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ചേച്ചിക്ക്. അപ്പം ഉപദേശിച്ച് എന്റെ ചേച്ചി എന്നിട്ട് വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് മഠത്തിൽ ചേരണം, കന്യാശ്രീ ആകണം, നല്ലതാണെന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇടപെട്ട് അച്ഛൻ പിന്നെ ആണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അപ്പൊ ഇവരിത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവർ കിടന്നിട്ട് ചങ്കിനിട്ട് അടിക്കുന്ന എന്തിനാ? അതിന്റെ ആവശ്യം തന്നെ. ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റായ പ്രവർത്തികളാ എല്ലാം. പിന്നെ ഒരു ഹിന്ദുക്കളെങ്കിലും വേറൊരാളെ മതം മാറ്റാൻ പോകുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്ത്യാനികളോട് പറഞ്ഞല്ലേ, മുസ്ലിമിനോട് പറഞ്ഞിട്ട് മതം മാറ്റാൻ പോകുന്നുണ്ടോ? ഇവർക്ക് ഈ മുസ്ലിമിനും അല്ലേ ഈ പണി മുഴുവൻ, ഈ അച്ഛന്മാർക്ക്. അതുപോലെ അച്ഛന്മാര്, ഞങ്ങളുടെ അടുത്ത് പള്ളിയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു അച്ഛൻ. ഒരു പെൺപിള്ളേർക്കും അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ജോസ് എന്നാ പേര്. ഇടവക എനിക്ക് തോന്നുന്നു ഈ ക്ലാരമഠം ഉണ്ടോ? അങ്ങനെയുള്ള ഇടവകയിലായിരുന്നു. അല്ല, ക്ലാരമഠത്തിലും അത് മഠമാണ്. അച്ഛൻ ഏത് ഇടവക്കാരനായിരുന്നു? ഇവർ റോമൻ കാത്തലിക്സാ, അതെനിക്കറിയാം. അന്നേരം ഇവന്റെ സ്വഭാവം എന്തായിരുന്നു ഈ പാതിരിയുടെ? ഭയങ്കര ചീത്ത സ്വഭാവം. ഒരു പെണ്ണുങ്ങൾക്കും അടുത്ത് പോകത്തില്ലായിരുന്നു. പക്ഷെ അതിന് പോകുന്ന പെൺപിള്ളേരുണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള. പക്ഷെ ഒരിക്കൽ ഞാൻ ചെന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വരാൻ തുടങ്ങിയപ്പോ ഞാൻ അവിടുന്ന് പെട്ടെന്ന് മാറിക്കളഞ്ഞു. പാതിരി അവിടെ നിന്നു. പാതിരിയെ ഇപ്പൊ ആരാ എന്നാ പറയുന്നത്? 10-40 വർഷം മുമ്പത്തെ കാര്യം. പാതിരിയെ എന്ത് പറയാൻ, ആരെന്ത് പറയാൻ? അന്നൊന്നും ഇതേപ്പറ്റി ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ മീഡിയകളൊക്കെ വന്നപ്പോ എല്ലാം വെളി വരുന്നത്. പാതിരി പിള്ളേരെ കാണുമ്പോ പറയുന്നതല്ലോ, പാതിരി അടുത്തോട്ട് വരുന്നത് അറിയാമല്ലോ. പാതിരി ഇങ്ങനെ മോഹം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അടുത്തേക്ക് വരുമ്പോ എങ്ങനെയാന്നുള്ളത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ലോ. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കും അതില്. നമുക്കൊന്നും ഇഷ്ടപ്പെടുകയല്ലോ. അപ്പൊ എന്തോ ഒരു ചെവി വേദന വന്നപ്പോ ഈ പാതിരി ഇങ്ങനെ അസുഖമൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വന്നപ്പോ ഞാൻ പോയതാ. അമ്മ പറഞ്ഞു, എന്നാ നീ ഒന്ന് ചോദിച്ചിട്ട് വരാനും പറഞ്ഞിട്ട്. എന്നെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ പാതിരി ഇങ്ങനെയാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അമ്മയോട് എന്ന് പറഞ്ഞു, ഈ പാതിരി ഇങ്ങനെയാന്ന് പറഞ്ഞു. അന്ന് നമുക്ക് എത്ര വയസ്സുള്ളപ്പോഴാ? അന്ന് എനിക്കൊരു 12-13 വയസ്സ്. അങ്ങനത്തെ പാതിരിമാരൊക്കെ ഉണ്ടെന്നേ. ഇതൊക്കെ സത്യമായ കാര്യ, ഒന്നും തെറ്റായ കാര്യങ്ങളല്ല ഈ പാതിരിമാര് ചെയ്യുന്നത്. പിന്നെ അത് പറഞ്ഞില്ലേ, അത് ചില പെൺപിള്ളേർക്ക് ഇഷ്ടം കാണും, ചില പെൺപിള്ളേർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കാനുള്ളവര് അതിന്റെ കൂടെ കൂടും. അപ്പൊ ആരും ഒന്നും പുറത്ത് പറയില്ലല്ലോ. ആ പാതിരി ആരും ഓടിച്ചില്ല. ആ പാതിരി തന്നെത്താൻ ട്രാൻസ്ഫർ ആയി അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റുമല്ലോ. അങ്ങനെ പോയി. ഇപ്പൊ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. ഇപ്പൊ ആരാ ഇതൊക്കെ എടുത്തിട്ടോണ്ട് വരുന്നേ? ഇപ്പൊ ഛത്തീസ്ഗഡിലെ കാര്യം ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ പറയുന്നതാണേ. അതൊക്കെ സത്യ. അതുപോലെ ഈ ചെന്നൈ തന്നെയുണ്ട്. ഞങ്ങൾ ചെന്നൈയിലാ. ഇവിടെ ഞങ്ങളെ മതം മാറ്റാൻ വന്നതാ.
ആഹാ. ഞങ്ങള് കുറെ 3-4 ചെറുക്കന്മാരും ഒരു സ്ത്രീയും ഒക്കെ കൂടെ കൂടി എന്നിട്ട് കുറച്ച് പേപ്പറുമായിട്ട് അത് ബന്ധുക്കോസിലേക്ക് മാറാൻ ഞങ്ങള് പിന്നെ അവരെ ഓടിച്ചു. ആ ആ. പിന്നെ എന്റെ കൂട്ടുകാരിയെ മതം മാറ്റാൻ ഡെറാഡൂണില് എന്റെ കൂട്ടുകാരി ബ്രാഹ്മണ സ്ത്രീ അവളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബന്ധുക്കോസുകാർ എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞ് അവളെ നിർത്തി. ആ ഒരു അസുഖം ചികിത്സിക്കാതെ ഭേദമാകില്ല, അതുകൊണ്ട് നീ അങ്ങനെ പോകല്ലെന്ന് പറഞ്ഞ് പിന്നെ അവളെ തിരിപ്പിച്ചു. അങ്ങനെ എത്ര പേര് നടക്കുന്നുണ്ടെന്ന് അറിയോ ഇതിലേക്കടെ? ഇതൊക്കെ ഇവര് തെറ്റായ പ്രവർത്തികളല്ലേ ചെയ്യുന്നത്. നമുക്കൊരു മതം, അത് എന്തോ എന്നത്തെ കാലത്ത് ഒരു മതം തന്നിട്ടുണ്ട്, ആ മതത്തിൽ അങ്ങ് വിശ്വസിച്ചാൽ പോരെ. എന്തിനാ ഈ ഹിന്ദു പെൺകുട്ടികളെ ഒക്കെ, അല്ലെങ്കിൽ ഇത് OBC ഉണ്ട്, അല്ലെ SC ഉണ്ട്, ST ഉണ്ട്, ഇവരെയൊക്കെ എന്തിന്? ഇവിടെയൊക്കെ എത്ര എണ്ണത്തിനെയാ മതം മാറ്റിയിട്ട് പേരത് തന്നെ മതം മാറ്റിയിട്ട് വെച്ചിരിക്കുന്നറിയോ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ. അപ്പൊ ഇവരുടെ തൊഴിൽ ഇതാന്നേ. മലയാളികളാ ഇത് കൂടുതലും ചെയ്യുന്നത്, തമിഴരൊന്നും അല്ല ചെയ്യുന്നത്. മലയാളികളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. നമ്മുടെ കേരളം എന്നാ പറയുന്നില്ല, ദൈവത്തിന്റെ നാട് ഒന്നുമല്ല, പഴച്ച നാടാണ് നമ്മുടെ കേരളം. എന്റെ പേര് സാലി എന്ന് പറയും. ഞാൻ കളമശ്ശേരി ഇപ്പം വിളിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഈ മിഷനറിക്കാര് പിള്ളേരെ കയറ്റിവിടുന്ന എനിക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. ഇവര് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വരുമ്പോ ഒരു ഏജന്റ് വരും ഈ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ. പിള്ളേരുള്ളവരുണ്ട്, പിള്ളേരില്ലാത്തവരുണ്ട്. പിള്ളേരെല്ലാം പെരുക്കി കൊണ്ടുപോയി തൃശ്ശൂര് മുളയത്തൊരു എസ്റ്റേറ്റ്സ് ഉണ്ട്. എസ്റ്റേറ്റ്സ് എന്നും പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെയുള്ള പിള്ളേരെ കൊണ്ടാക്കി ഈ ഹിന്ദിക്കാര് പിള്ളേര് വരുന്ന ഇടയില്. അത് കഴിഞ്ഞിട്ട് ഇവരെ ഓരോ മഠങ്ങളിലേക്ക് ഈ കന്യാസ്ത്രീമാരായിരുന്നു കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് ഈ പിള്ളേര് വന്നിട്ട് ഈ ഹോസ്പിറ്റലില്, എറണാകുളത്തുള്ള വലിയ വലിയ മഠങ്ങളിലും കോളേജിലും സ്കൂളുകളിലൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവിടുന്ന് ഒറീസ, മഹാരാഷ്ട്ര, നാഗാലാൻഡ് ആ രാജ്യത്തു നിന്നുള്ള പിള്ളേര് മൊത്തം ഉണ്ട് ഇപ്പൊ ഇവിടെ. എന്നിട്ട് ഇപ്പം പിള്ളേർ, നേരത്തെയൊക്കെ ഈ പിള്ളേരെയൊക്കെ സിസ്റ്റർമാര് പുറത്തിറക്കുമായിരുന്നു. ഇപ്പൊ സിസ്റ്റർമാർ ഓരോ ഒറ്റ എണ്ണത്തിന് പുറത്തേക്ക് ഇറക്കിയാല. അങ്ങനത്തുള്ളപ്പോ സാഹചര്യങ്ങളായി. ഞാൻ ഒരു സ്ഥാപനത്തിൽ, ഞാൻ ഹോം നേഴ്സാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഒരു പെങ്കൊച്ച ഒന്ന് കരയുന്നുണ്ട്. ഞാൻ ഈ കൊച്ചിനോട് ഞാൻ കറങ്ങി അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെന്ന് ചോദിച്ചു. ആന്റി, ഞാൻ വന്നിട്ട് കുറേ വർഷങ്ങളായി ഇവിടെ വന്നിട്ട്, എനിക്ക് എന്റെ നാട്ടിലേക്കൊന്ന് പോകണം. ഈ കൊച്ചിന്റെ നിലവിളി കണ്ടിട്ട് ഞാനും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞത്. എന്താണ് ഈ കൊച്ചിനെ ഞാൻ കണ്ടത് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിലാണ്, ഒരു കോളേജിന്റെ അകത്ത് ഒരു കന്യാസ്ത്രീ, സുഖമില്ലാത്ത ഒരു കന്യാസ്ത്രീ നോക്കാൻ വേണ്ടി പോയതാണ്. അന്നേരം ഞാൻ അതിന്റെ അകത്തുനിന്ന് കണ്ടതാ കുറേ പിള്ളേരെ. ഈ എറണാകുളം ജില്ലയില് ഇപ്പം എന്റെ ഈ സൗണ്ട് കേൾക്കുമ്പോ അറിയാവുന്ന സിസ്റ്റർമാരുണ്ട്. എന്റെ പൊന്ന് സാറേ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പിള്ളേരെ നരയിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കുകയല്ലേ. അതേപോലെ അതൊക്കെ വയ്യാതായാ പോലും ആസ്ത്രീ കൊണ്ടുപോയല്ല. ഞാൻ ഒരു 10-12 വർഷം മുമ്പ് ഞാൻ അറിയുന്ന ഒരു പെണ്ണുണ്ടായി, ഒരു 20 വർഷം മുമ്പ്. 2 ചെടുത്തി നീത്തിയാണ്. ഇവർ നേരത്തെ എങ്ങാണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നത്. 3 വർഷം മുമ്പ് ഞാൻ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഈ പിള്ളേരുടെ തലയൊക്കെ മൊട്ടയടിച്ചു, പിള്ളേർ രോഗികളെ പോലെ ഇരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ, ഞാൻ നടന്നൊന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ പിള്ളേരെ നോക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴത്തേന് ഈ കന്യാസ്ത്രീമാർ ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് അങ്ങ് പോയി. വേഗം നീന്ത് കാറെ കയറി കൊണ്ടുപോയി. അന്നേരം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ ഇതുങ്ങളെ അല്ല എവിടുന്നൊക്കെ ഇവര് പിടിച്ചോണ്ട് വന്ന അവരെ ഒന്ന് അന്വേഷിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ എന്റെ ദൈവം അതുങ്ങളെ നാട്ടിലൊന്ന് എത്തിക്കാൻ എന്നാ കർത്താവെ നിനക്കൊന്ന് മനസ്സ് തോന്നുന്നതെന്ന് ചോദിച്ചു. ഇന്ന് അവിടെ പിടിച്ചപ്പോ ഞാൻ അന്നേരം ഇരുന്ന് കരഞ്ഞു, ദൈവമേ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനി സമാധാനം കിട്ടുവാന്നു. ഇല്ല സാറേ, ഇത് ഇവിടെ ഈ കേരളത്തിൽ ഇവരെ അന്വേഷണം വേണം. ഈ മിഷനറി പോയിക്കുന്ന അച്ഛന്മാരും ഈ കന്യാസ്ത്രീമാരും എന്തേരെ പിള്ളേരെ അവിടെ നിന്നൊക്കെ നമ്മുടെ കേരളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാവോ? അതിനാരും ചോദിക്കാനും പറയാനും ഈ രാജ്യത്ത് ആരും ഇല്ല. ചോദിക്കാൻ ആരും പോയല്ല. പള്ളിയിലുള്ള ഇടവകയിലുള്ള ഒരു മാന്യന്മാര് പോലും ആയില്ല. ഇപ്പൊ ഈ കന്യാസ്ത്രീമാരെ പിടിച്ചു കെട്ടി അവിടെ പിടിച്ച് ജയിലിലിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഓരോരുത്തരും തുള്ളിച്ചാടാൻ തുടങ്ങി. അവർ ചെയ്യുന്ന കൊള്ള, അവിടെ നിന്ന് ചെയ്യുന്ന കൊള്ള എന്താന്നുള്ളത് ഇവർ അന്വേഷിക്കുന്നുണ്ടോ? ഇവരാരും അന്വേഷിക്കുന്നില്ലല്ലോ. ആ പിള്ളേരും അമ്മയും അപ്പനും ഉള്ള ആരോഗ്യമുള്ള പിള്ളേരാ. അവരുടെ ചോര നീര് മൊത്തം ഈ യക്ഷികളായ ഇവര് ഊറ്റി കുടിച്ച ഈ കുഞ്ഞുങ്ങളെ നാട്ടിൽ വിടുവോ? ഇവിടെ മലയാളിക്ക് കൊടുക്കാനുള്ള ജോലി മലയാളിക്ക് കൊടുക്കുകയല്ലോ. ഇത് 10 രൂപയ്ക്കും 5 രൂപയ്ക്കും കിടന്ന് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്. ചിലപ്പം കുടിക്കുന്ന ചോറ് അവിടെ നിങ്ങൾ വലിച്ചെറിഞ്ഞാച്ചാണ് പണി പറയുമ്പോ അതുങ്ങൾ ഇറങ്ങി ഓടുന്നേ. പക്ഷെ ഞാന് ഇവിടെ സ്ഥലപ്പിളൊക്കെ ഒന്നും
രോഗികളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് നോക്കാനൊക്കെ ഓടി എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഈ ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ഈ പിള്ളേരെയൊക്കെ കാണുന്നത്. ഈ തൃശ്ശൂർ ഒരു വെട്ടുകാട് ഒരു ആശാദീപം എന്നും പറഞ്ഞ സ്ഥാപനമുണ്ട്. അവരൊക്കെ അവിടുന്ന് ഈ ഒരു ലതികാമ്മ എന്നും പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട്. ഇപ്പൊ അവര് ഒത്തിരി അന്നൊക്കെ നല്ല പ്രായമുണ്ട്, ഇപ്പം കുഴി പോയോന്ന് അറിഞ്ഞുകൂടാ. അവരൊക്കെ അവിടുന്ന് പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഓരോ വീടുകളിലും ഓരോ സ്ഥാപനങ്ങളിലും അവർ നടത്താൻ വിട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി മടങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റിയല്ല. ഇവിടെ ഈ എറണാകുളത്ത് ജില്ലയിലുള്ള എല്ലാ മഠങ്ങളിൽ ഈ ഹിന്ദിക്കാർ പിള്ളേരെ കണ്ട പണിയെടുപ്പിക്കുന്നത്. മഞ്ഞിന്മേൽ ഹോസ്പിറ്റലുണ്ട്, അവിടെയൊക്കെ ഈ നേരത്തെയൊക്കെ ഹിന്ദിക്കാരായിരുന്നു. അത് ഈ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ അടിമപ്പണി പോലെ കഴുതകളെ കൊണ്ട് പണി എടുപ്പിക്കുന്ന പോലെ ഇവർ ചെയ്യിപ്പിക്കുന്നത്. വലിയ വലിയ അച്ഛന്മാർ നടത്തുന്ന സ്ഥാപനത്തിലേക്കൊന്ന് ചെന്നേ, ഇവിടെ മലയാളി പെണ്ണുങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നൊന്ന് കാണാം. മലയാളികളല്ല, മൊത്തം ഈ ഒറീസ ഈ മറുരാജ്യത്തു നിന്ന് ഹിന്ദിക്കാർ പെൺപിള്ളേരാണ്. ആ പെൺപിള്ളേരെ എങ്ങനെയെങ്കിലും അതുങ്ങളുടെ നാട്ടിൽ അതിന്റെ അതുങ്ങളുടെ അപ്പന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കണം. ഈ കന്യാസ്ത്രീമാർ തന്നെ അടുക്കള പണി എടുക്കണം. ഈ കന്യാസ്ത്രീമാർ തന്നെ പണിയെടുത്ത് അവിടെ ജീവിക്കണം. ഇത് തീർച്ചയായിട്ടും അടിയല്ല കൊടുക്കണ്ട, മുന്നേ കൂട്ടിയുണ്ടല്ലോ കാരണം കുറ്റി അടിച്ച് പുകയ്ക്കുക വേണ്ടേ. ഈ പള്ളിക്കാർക്കൊക്കെ അറിയാം ഇവരിങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നാണെന്ന് അവരുടെ വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മുഖംമൂടിയാണ് ഇവരുടെയൊക്കെ. ഈ മുഖംമൂടി ഒന്ന് വലിച്ചു കയറി ജനങ്ങൾ കാണട്ടെ. നരേന്ദ്രമോദി സാറിനാണ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഇതിന്. എല്ലായിടത്തും ഉണ്ട് ഈ മഠങ്ങളും. മഠം എന്ന് പറയുന്ന സ്ഥാപനത്തിലെല്ലാം ഉണ്ട് ആൾക്കാർ. മഠം, ഈ കോളേജ്, പിന്നെ ഹോസ്റ്റല് നടത്തുന്നിടത്തല്ലേ ഹിന്ദിക്കാർ പിള്ളേരെ അവിടെ പറഞ്ഞത്. അല്ല മലയാളികൾ ആരും ഇല്ല അവിടെ. ഇപ്പൊ ഈ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നാളെ അവരവിടെ നഷ്ടപ്പെട്ടവര്. ഇവർക്ക് ശരിക്കും ഇവര് അവിടുന്ന് ഈ അച്ഛന്മാരും ആൾക്കാരും കന്യാസ്ത്രീമാരെല്ലാം ഒത്തുകൂടി പിള്ളേരെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് പിള്ളേർക്ക് ഒരു ഏജന്റ് ഉണ്ട്. ഇവിടെ നല്ല പണി കിട്ടും, ശമ്പളം കിട്ടും. പിള്ളേർ ഇതൊക്കെ ഓർത്ത് പിള്ളേർ ഇങ്ങനെ ഒരു പോരുവാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അലയാണ് അതുങ്ങൾ ആ മതിർപ്പുള്ളി കിടന്നുകൊണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് അവർക്ക് തണ്ടി കിട്ടിയതിന് എനിക്ക് നല്ല സന്തോഷമുള്ളൂ. എനിക്കിത് പണ്ടേ അവർക്ക് കൊടുക്കേണ്ടതാ. ഇത് പയ്യെ താമസിച്ചു പോയെന്നാ ഞാൻ പറയുന്നത്. ഇതൊക്കെ നേരത്തെ കീറി കൊടുക്കണ്ടതാ. കത്തോലിക്ക സഭാംഗമാണോ? ഞാൻ നേരത്തെ കത്തോലിക്കായിരുന്നു. ഇപ്പൊ ഞാൻ കത്തോലിക്ക അയ്യോ കത്തോലിക്കലും പോയാല എങ്ങും പോയാല. കത്തോലിക്ക സഭയിലാണോ ജനിച്ചത്? അപ്പനും അമ്മയൊക്കെ കത്തോലിക്കക്കാരായിരുന്നോ? ആ ഞങ്ങളെല്ലാരും കുടുംബത്തോടെ കത്തോലിക്കല. ഞാൻ മാത്രം എന്തിക്കൊത്തു പോകും കേട്ടോ. ഇവിടെ ഒരു ബേബി പാസ്റ്റർ പാസ്റ്ററുണ്ട്. പാസ്റ്റർ മരിച്ചുപോയി. അവിടെ പോകും. ഞങ്ങൾക്ക് ഞങ്ങൾ പാവങ്ങളെ, ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തവരാ. ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടം പോലും ഇല്ല. ഞങ്ങൾ വാടക വെച്ച് ഒരു മുറിക്കകത്ത കിടക്കുന്നത്. ഞാൻ സാറിന്റെ ചാനലൊന്നും ഞാൻ കാണും. ഈ കഴിഞ്ഞ ദിവസം പന്തളത്തെ കാര്യം പറഞ്ഞപ്പോ അപ്പച്ചൻ പറയായിരുന്നു നടന്നാണ്. ഞാൻ പന്തളത്താ ജോലി ചെയ്യുന്നത്. ഹോം നേഴ്സായിട്ട് ഒരു അപ്പച്ചന് മാത്രമേ ഉള്ളൂ. ഞാനും അപ്പച്ചനും മാത്രമേ ഉള്ളൂ. അന്നേരം അപ്പച്ചനോട് ഇതൊക്കെ ചോദിക്കുമ്പോ അപ്പച്ചൻ ചോദിക്കും ആ സ്ഥലം എവിടെയാ അപ്പച്ചാന്ന് ചോദിക്കും. അപ്പച്ചൻ പറയും അതാ പാലത്തിന്റെ അപ്പുറത്താണ്. ഇങ്ങനെയൊക്കെ എനിക്ക് സാറിന്റെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഈ കള്ളവും കള്ളത്തരവും കൗശലവും കാണിക്കുന്ന അവരുടെയൊക്കെ മുഖപ്പട്ടയൊക്കെ ഒന്ന് വലിച്ചു കീറി കാണിക്കുന്നത്, വിദ്യ ഒട്ടിച്ച് കാണിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. ആ പോക്കറ്റിന്റെ അകത്ത് 10-500 രൂപ കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം അവിടെ പണ്ണാരത്തി കയറിയാലുള്ള പാസ്റ്റർമാരുടെ കണ്ണു തെളിഞ്ഞു. ഇതിനൊക്കെ ഉള്ള ഒരു വ്യക്തി. ഞാൻ അങ്ങനെ ഒന്നും ഞാൻ കർത്താനുഭാവം കണ്ട് പ്രാർത്ഥിക്കുന്ന. ഫോൺ എടുത്തു കഴിഞ്ഞാൽ നല്ല തിണ്ടിത്തരേ പറയുള്ളൂ, തല്ലുകൊള്ളുന്ന വർത്താനേ പറയുള്ളൂ. ആ ഇല്ല, പരിശുദ്ധ കന്യാമറിയങ്ങളല്ല രൂപക്കൂട് പണത്. ഇവരെ വേണം ആദ്യം രൂപപ്പെട്ടി കയറ്റി വെക്കാൻ. എന്റെ പേര് ബാബു, ഞാൻ ഊട്ടിയിൽ നിന്നാണ്. ഞാൻ നമ്മുടെ പരിപാടിയൊക്കെ എപ്പോഴും കാണുന്നതാണ്. ഇന്നലെ നിങ്ങളുടെ ഒരു പരിപാടി ഞാൻ കണ്ടിരുന്നു. ഇന്നലത്തെ അതെനിക്ക് കുറച്ച് അഭിപ്രായം ഇല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു. എന്താ അത് അങ്ങനെ ഇട്ടിരിക്കുന്ന അറിയാൻ വേണ്ടി വിളിച്ചത്. സിസ്റ്റർമാരെ കുറിച്ച് ഇട്ടിട്ടില്ല നിങ്ങൾ വന്നിട്ട്. എന്തോ അഭിപ്രായം ഇല്ലാത്ത അഭിപ്രായം ഇല്ലാത്ത നിങ്ങൾ ഒരു BJP ചായ്വുള്ള അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നുന്നു ആ സമയത്ത്. അതങ്ങനെ സത്യം പറയുമ്പോ BJP ചായ്വ് എന്ന് പറയുന്നത് തെറ്റാന്ന് തോന്നാൻ കാരണം എന്താ? വാർത്ത തെറ്റാന്ന് പറയാൻ കാരണം വെച്ചാൽ അവര് സിസ്റ്റേഴ്സ് അവർ ഒരു ഭാഗം വേറെ കൺവെർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സോഷ്യൽ വർക്കിന്റെ മറവിലല്ലേ ഇവന്മാർ ഈ സകല തരികടകളും കാണിക്കുന്നത്. കേരളത്തില് ലക്ഷക്കണക്കിന് ആളുകൾ ഇതേപോലെ പട്ടിണിയും പരിവട്ടവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതും വളരെ പിന്നോക്ക മേഖലയിലുള്ള ആളുകളും എല്ലാം ഉണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള ചെയ്യാം. ഇവര് ഈ നോർത്ത് ഇന്ത്യയിൽ പോയി സോഷ്യൽ വർക്കർ ചെയ്തോട്ടെ, ഇവരെന്തിനാണ് ഇത്തരത്തിലുള്ള കൺവേർഷൻ ഇവര് നടത്തുന്നത്? അതുപോലെ അവിടുന്ന് ഇതുപോലെ പാവപ്പെട്ട വീടുകളിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ആളുകളെയും ഇതുപോലെ ഇവർ കൊണ്ടുവന്ന് അടിമപ്പണിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ കൊണ്ട് കമ്മീഷൻ വ്യവസ്ഥ കൊടുക്കുന്നു. ഇവർ കൊണ്ട് മഠങ്ങളിലും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെയും അടുക്കളപ്പണിക്കും മറ്റ് ചെകിടിപ്പണികൾക്കും വേണ്ടി ഇവരെ കൊണ്ട് കൊടുക്കുന്നു, കമ്മീഷൻ മേടിക്കുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിനല്ലേ അപമാനം ഉണ്ടാക്കുന്നത്. ഇവര് ഈ പറയുന്ന പോലെ സോഷ്യൽ വർക്കാണ്, സാമൂഹ്യ സേവനമാണെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവരെ മതം മാറ്റുകയും കൺവേർട്ട് ചെയ്യുകയും ഇത്തരത്തിലും എല്ലാം ചെയ്യാൻ പോകേണ്ടതിന്റെ ആവശ്യം എന്താ? അവരുടെ ജീവിതത്തിലൂടെ ഒക്കെ സുവിശേഷം അറിയിക്കാം.
കർത്താവ് എങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ലോകമൊട്ടുക്കും പോയി നിങ്ങളെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മതപരിവർത്തനം നടത്താനോ ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ സംബന്ധിച്ചുള്ള ഇവർ ഇങ്ങനത്തെയുള്ള വേണ്ടാത്ത പണികൾ കാണിക്കാൻ പോയി അവരെ പിടിച്ച് നാട്ടുകാർ പിടിച്ച് പോലീസിന് കൊടുത്തിട്ട് തെളിവുകളടക്കം, കോടതിയൊന്നും മണ്ടന്മാരൊന്നുമല്ലല്ലോ. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ട് അവരെ റിമാൻഡിൽ വിട്ടു. അതിനകത്ത് ഇത്രയും കടന്ന് ഇവർ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ? എന്നാൽ വേറൊരു കാര്യം, അവരെ ദേഹത്ത് പോലും ഇവർ ഉപദ്രവിച്ചിട്ടില്ല, ഒരു ദേഹോപദ്രവം പോലും ഏൽപ്പിച്ചിട്ടില്ല. ഏതാണ്ട് 70-ലധികം കന്യാസ്ത്രീകളെ യുവമാര് ഭോഗിച്ച് ഒന്നുകിൽ കെട്ടിത്തൂക്കിയോ അല്ലെ വെള്ളത്തിലെടുത്തിട്ടോ പാറമടലോ കൊണ്ടിട്ടോ എത്ര എണ്ണം ചത്തുപൊങ്ങി, ഒരൊറ്റ ഒരെണ്ണം മിണ്ടിയോ? അതുപോലെ തന്നെ ഫ്രാങ്കോ ബിഷപ്പ് ഇതുപോലെ കുറവലങ്ങാട് മഠത്തിൽ കയറിയ കന്യാസ്ത്രീയെ നശിപ്പിച്ചപ്പം, കന്യാസ്ത്രീമാരെ മുറവിളി കൂട്ടി വഞ്ചി സ്ക്വയറിൽ വന്നിരുന്നപ്പം ആരെങ്കിലും അവരെ സഹായിക്കാനോ രക്ഷിക്കാനോ ഒന്ന് മുറവിളി കൂട്ടിയോ? അതുകൂടാതെ മോദി വിളിച്ചപ്പോഴത്തേക്കും ഇവന്മാർ വാലും പൊക്കി ഓടിയല്ലോ അവിടെ പോയി കേക്ക് തിന്നാനും ചായ കുടിക്കാനും. അന്നേരം ഒന്നും ഇവന്മാർക്ക് ഒന്നും മിണ്ടത്തില്ലായിരുന്നോ? മണിപ്പൂരില് ഇവന്മാരുടെ പള്ളികൾ കത്തിച്ചു, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ ഓടിച്ചിട്ടടിച്ചു, ആളുകളെ തീർത്തു. അന്നേരം ഒന്നും ഇവന്മാർക്ക് എന്തോ മിണ്ടാൻ പറ്റാതെ പോയത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആകാറായപ്പോഴത്തേക്കും ഇവന്മാരുടെ വിലപേശല് ഈ രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഇപ്പൊ അവരെ കൊല്ലുവാണെങ്കിൽ ഇവർ കൂടുതൽ സന്തോഷിച്ചേനും. കാരണം 2 രക്തസാക്ഷിയെ കിട്ടത്തില്ലേ? രാഷ്ട്രീയക്കാരെക്കാളും അതപ്പതിച്ച രീതിയിൽ ഈ ചെറിയ വിഷയത്തെ അവര് പോക്രിത്തരം കാണിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, കോടതി നോക്കി അവരെ റിമാൻഡിൽ വിട്ടു. ഓക്കെ, അത് ട്രയൽ നടത്തി അവർ കുറ്റക്കാരല്ലേ അവരെ പുറത്തു വിടും. അങ്ങനെയല്ലേ ഇവിടെ നാട്ടിൽ നടക്കുന്നത്? അങ്ങനെ ഒരു നീതി ഒരു നിയമവാഴ്ചയുള്ള ഒരു നാട്ടില് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ട് ഇവര് ഇന്ത്യ മുഴുവൻ പാർലമെന്റ് സംഘടിപ്പിക്കാൻ നോക്കുക, തെരുവിലിറങ്ങി പ്രകടനം നടത്തുക, ഇതെല്ലാം വെറും രാഷ്ട്രീയ ലാക്കോടെയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കത്തില്ലേ? ഇത് കൃത്യമായിട്ടും ഒരു പ്ലാൻ. മിണ്ടായിരുന്ന എത്ര പ്രശ്നമായിട്ടുണ്ടാവില്ല, ഇത് മിണ്ടായിരുന്ന എത്ര പ്രശ്നമായിട്ടുണ്ടാവില്ല. അല്ല മിണ്ടായിരുന്ന അവരുടെ ലക്ഷ്യം കാണത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രസക്തി കാണിച്ച് സകല പാർട്ടികളെയും ഇവർക്ക് വേണ്ടി തെരുവിലിറക്കി കത്തോലിക്ക സഭയുടെ മസിൽ ഷോയാണ് നടത്തിയത്. ഇതൊന്നും അറിയാത്ത കുറെ മൊണ്ണകൾ എന്തിനാ പോകുന്നതെന്ന് പോലും അറിയാതെ ഇതിലെ കീക്കി വിളിച്ചോണ്ട് റോഡിൽ ഇവര് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ ജാമ്യത്തിൽ വന്നിട്ടുണ്ടാവും. എത്രയോ പേരെ ഇതിനോടകം കഴിഞ്ഞ ദിവസം ഇതേ പോലത്തെ പണി കാണിച്ചവർ 2 പേരെ കോടതി വെറുതെ വിട്ടു. ഇവര് ഇതുപോലെ ഇവിടുത്തെ ആകെ ഇവരെത്ര ശതമാനം ഉണ്ട് ഇവിടെ? ഞാനടക്കമുള്ള ക്രൈസ്തവ സമൂഹം എത്ര ശതമാനം ഉണ്ട്? 2%. ഇവന്മാർ ഇത്രയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിന് മുമ്പ് നോക്കണ്ട, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇവന്മാർ ഇത്രയും കടന്നും അടച്ചു. ഇവന്മാർ ഓടി നടന്ന് പള്ളികൾ ഉണ്ടാക്കുന്നു, ഈ പെണ്ണുങ്ങളെ ഇറക്കി വിട്ട് മതപരിവർത്തനം നടത്തുന്നു, സകലമാന പണികൾ നടത്തുന്നു, ഇവന്മാരുടെ കൂതാശകൾ നടത്തുന്നു, കൺവെൻഷൻ നടത്തുന്നു, സകല പരിപാടികളും നടത്തിയിട്ട് എന്തുകൊണ്ട് ഇവിടെ 2% താഴോട്ട് പോകല്ലേ? സ്വാതന്ത്ര്യ സമരത്തെ ആ സമയത്ത് നമുക്ക് ഇതിനേക്കാളും ക്രൈസ്തവരുണ്ടായിരുന്നു. ഇന്ന് നാൾക്ക് നാൾ ഇത് താഴോട്ട് പോകാൻ കാരണം ഇവന്മാർ ഇത്രയും പണി കാണിച്ചിട്ട് ഇവന്മാരുടെ കയ്യിൽ ഈ തലവഴി കണ്ടിട്ടല്ല ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത്. സാറേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. കാര്യം ഞാൻ എന്താ പറഞ്ഞറിയോ, ഇവിടൊക്കെ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ അതൊക്കെ വളരെ സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്റെ അച്ചായ സോഷ്യൽ വർക്ക് എന്ന രൂപേണ ഈ പാവപ്പെട്ട വീട്ടിലെ ഈ പെണ്ണുങ്ങളെ ഈ കുപ്പായ ഇടിപ്പിച്ചിട്ട് ഈ പന്നന്മാര് വെള്ളി ഇറക്കി അവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വയ്യാതെ കിടക്കുന്നവരുടെ മലവും മൂത്രം കോരുക, ബുദ്ധിമാന്ദ്യമുള്ളവരെ ശുശ്രൂഷിക്കുക, ഇതിന്റെ എല്ലാം മറവിൽ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇതിന്റെ പുറകിലിരിക്കുന്ന ഈ കള്ളക്കമ്മട്ടം നടത്തുന്ന ഈ കൂതാശക്കുപ്പായ കച്ചവടക്കാരന്മാരുടെ കൊള്ളത്തരവാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. ഈ പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും ഇവർക്ക് കൂലിയില്ലാ കുപ്പായ തൊഴിലാളികൾ. ഇവര് ഈ ഫീൽഡിൽ ഇറങ്ങി കഷ്ടപ്പെടുന്ന ഇവരുടെ കഷ്ടതയും ഇവരുടെ വേർപ്പും വിറ്റ് തിന്നുന്ന പന്നികളാണ് അരമനയിൽ ഇരിക്കുന്നത്. അവന്മാർ ഇവിടെ മേലനങ്ങാതെ അണ്ടിപ്പരിപ്പും വൈനും അടിച്ച് അവന്മാരിയ്ക്കുക. ഈ പാവങ്ങളുടെ കഷ്ടപ്പാടിലും ഇവരുടെ ഫീൽഡിൽ ഇവർ വേർപ്പൊഴുക്കുന്നതും ഇവരുടെ കഠിനാധ്വാനത്തിന്റെ അപ്പം ഭക്ഷിക്കുന്ന അവന്മാരാ. ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പിള്ളേരെ തട്ടിയെടുത്തിട്ട് രണ്ടാം വിടുന്ന ആ പിള്ളേരാണോ കുറ്റക്കാര്? ഈ പണി ചെയ്യുന്നവരാണോ? ആരാ വിടുന്നവര്? അതേ പണിയല്ലേ ഇവന്മാർ ഇവിടെ ചെയ്യുന്നത്. ഈ പാവങ്ങളെ ഈ പറയുന്ന 4-5 പെമ്പിള്ളാരുണ്ടായി പോയി എന്ന് പറഞ്ഞ് അവരെ നോക്കുമ്പോഴത്തേക്കും ഇതാകുമ്പോഴത്തേക്കും വെള്ള കുപ്പായൊക്കെ ഇട്ട് പോകുമല്ലോ, 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി പിന്നെ ഇതെന്തോ ഒരു മാന്യതയുള്ള പരിപാടിയാണല്ലോ എന്ന് കരുതാണ് ഇവരെ വീട്ടുകാർ വിടുന്നത്. പണ്ട്. പക്ഷെ ഇപ്പോൾ അവസ്ഥ എന്താ? അച്ഛൻ തന്നെ പറ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അന്നേരം ഇത്തരത്തിലുള്ള ഇവരെ ഇറക്കി ഇതുപോലത്തെ പണി ചെയ്യിപ്പിച്ചിട്ട് ഇവരെ തല്ലുകൊളിപ്പിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിയിട്ട് ഇവന്മാർ കടന്ന് നിലവിളിക്കുക, പോക്രിത്തരം കാണിച്ചിട്ട് പിടിച്ച് ജയിലിലിട്ട് എന്ന്. ബജ്രംഗ് ദളുകാരൊക്കെ ഈ പാതിരിമാരെ ഒക്കെ ഫ്രാങ്കോയൊക്കെ അന്വേഷിക്കുമ്പോൾ എത്ര മാന്യന്മാരാ. ആ കന്യാസ്ത്രീയെ അവരുടെ കന്യാസ്ത്രീ മഠത്തിൽ കയറി നശിപ്പിച്ചിട്ട് അവർക്കെതിരെ കൊണ്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു, ഞങ്ങൾ പരസ്പര സഹകരണത്തോടെയാണ് ഈ പണി ചെയ്തതെന്ന്. എന്നിട്ട് ഈ PC ജോർജിനെ പോലുള്ള മോന്മാരെ എന്തൊക്കെ അവരെ വിളിച്ചു പറഞ്ഞത് ആ കന്യാസ്ത്രീകളെ?
അതെ വേശികളെന്ന് വരെ വിളിച്ചില്ലേ? അതെ വിളിച്ചില്ലേ? പരസ്യമായിട്ട് വന്ന് ചാനലുകളിൽ ഇരുന്ന് സ്വന്തം സമുദായങ്ങളെ ഇവന്മാര് ചെയ്ത 4-1 പോലും ആ ബജറംഗ് ദളുകാർ വിളിച്ചോ? ഈ PC ജോർജ് വിളിച്ചതിന്റെ 1000-1 അവര് എന്തെങ്കിലും സംസാരിച്ചോ? അവരെ സംബന്ധിച്ചോളം അവര് ദേഹോപദ്രവം പോലും ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പം താങ്കൾക്ക് എന്നോടുള്ള വിഷമം മാറിയോ? അത് മാറി. അത് നിങ്ങൾ പറഞ്ഞിട്ട് പറ്റിച്ചൊന്നും പറയാനില്ല. അല്ല, ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ? അച്ഛൻ പറ, ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ? സത്യമുണ്ടോ? കാര്യമുണ്ട്. നമ്മൾ ഇവിടൊക്കെ നമ്മളെ ലൊക്കേഷനിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവര് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, ആ പാവങ്ങളെ ഇതുപോലെ മുന്നിലിറക്കി ഇതുപോലെ പല കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടോടൊന്ന് എന്തിനാ ചെയ്യുന്നതെന്ന് നമ്മൾ ഇവന്മാരോട് ചോദിക്കുന്നത്. എനിക്ക് ഈ മതങ്ങളോട് വലിയ താല്പര്യമില്ല. എനിക്ക് ദൈവത്തോട് മതങ്ങളോട് ഒരു മതത്തോടും താല്പര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മതങ്ങൾ മനുഷ്യനെ കെട്ടിയതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ നടത്താനായിട്ട് അവര് വിചാരിക്കുമ്പോൾ നടത്തണം. എല്ലാ മതങ്ങളും അങ്ങനെ കേൾക്കുന്നവരാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.